വേറെ എന്തെങ്കിലും ന്യൂസ് കിട്ടിയാണ് എന്തെങ്കിലും ഒരുപാട് നാളെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് ചെവി തരിക്കുന്നു. அங்க குடியிருக்கிற சாமி யாருன்னு தெரியுமா? ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാം. അതും ശരി. ഒന്നും പറയാനില്ല. വർഷാപ്പ് ത്രില്ലാണ്. ഒരു ഇല പോലും അല്ലെങ്കിൽ പേടിക്കും. സൗണ്ട് മേക്കിംഗ് സൂപ്പർ. നീ ഉണ്ടായിട്ടുള്ളൂ കേട്ടാ. ശശി നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന പടം. നല്ലൊരു മേക്കിംഗ് ആയിട്ട് എന്ന് വെച്ചാൽ കളറിങ്, പിന്നെ കാടിന്റെ ഭംഗിയൊക്കെ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. ഭയങ്കര ത്രില്ലർ. എന്നാന്ന് മനസ്സിലാകുന്നില്ല ഇതുവരെ. ഒരു ആയിട്ട് പോകുന്നു, ഒരു വിഷ്ണയായിട്ട് പോകുന്നു. അല്ല അതാ പറഞ്ഞു, എന്നാന്ന് നമ്മൾ ഇങ്ങനെ നമ്മിട്ടിരിക്കും എന്താന്നുള്ളത് ഇത് നടക്കുന്നത്. அங்க போனவங்க யாருமே உயிரோட திரும்பி வந்ததே இல்ல. ഫിലിം ഇറങ്ങിയ സമയത്ത് തന്നെ ആൾക്കാർ പറയണ്ടായിരുന്നു ഇത് സിനിമയാക്കേണ്ട സാധനം എടുത്ത് ഷോർട്ട് ഫിലിം ആക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. പറയുന്നതാണ് വിനീത് കുമാറിന്റെ സാധാരണ വളരെ ഒരു എന്താ പറയുക, ഒരു ലവർ ബോയ് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന വിനീത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അടക്കം ഭയങ്കര റഫായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇതെന്തോ പണിയാണ് സാറേ, നമുക്ക് ഇവിടെ പോവാം. സാറിന് എന്താ പേടിയാണ്? അപ്പോൾ അത് ആ ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോൾ പിന്നെ ഗംഭീരമായിട്ട് സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ കാടിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു നിഗൂഢത ഉണ്ടല്ലോ. അവിടുത്തെ ഒരു കളറിങ്, അവിടുത്തെ ആ സൗണ്ട്, വിഷ്ണു ഗോവിന്ദാണ് ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്തിരിക്കുന്നത്. എക്സലന്റ് വർക്ക്. പിന്നെ ഇവിടുത്തെ എന്റെ ഹീറോയിസം പീക്ക് ലെവലിലെത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇവനേതാ പുതിയ CPO സാറേ? നമ്മൾ എപ്പോഴും ഇങ്ങനെ വിറച്ചിരിക്കും പടം കണ്ട്. അതായത് എന്താണ്ടാവും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പടം കണ്ടോണ്ടിരിക്കുന്നത്. സൂപ്പർ പടം. റിസ്ക് എടുത്തു, വർക്കൗട്ടായി. സാർ, ഞാൻ അശോകൻ, വള്ളൂർക്കാട് സ്റ്റേഷനിൽ ഇൻചാർജ്. പക്ഷേ ഇതിന്റെ ജിത്തു ഒരു സംഭവമാണ്. സൗണ്ട് എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഈ കാട്ടിൽ ഇതിനു മുമ്പും ഇതുപോലെ കുറെ ആളുകൾ മിസ്സായിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു പെങ്കൊച്ചായിരുന്നു. നാട്ടുകാര് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. എനിക്ക് ഉറപ്പുണ്ട്. നിനക്കോ? എനിക്കിതിലൊരു പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇല്ലേ? നിനക്ക് പ്രതീക്ഷയുള്ളപ്പോ എനിക്കൊരു പ്രതീക്ഷ. പോലോ. എന്നാ സാർ, നിങ്ങൾ വന്ന പേ കഥ சொல்ல வரீங்களா? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ അത് ഇപ്പോഴല്ല, പിന്നെ പറയാം. அந்த இடம் ரொம்ப டேஞ்சரான இடம். സംഭവമാണ്. സൗണ്ടും മേക്കിംഗ് വൈസ് ഒക്കെ എങ്ങനെയാണ്? ഗംഭീരാണ്. സൗണ്ട് മാത്രം ഫോട്ടോഗ്രാഫിയും എല്ലാം. அந்த இடத்தோட கிளம்புங்க.